ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പം അതിന് വേണ്ടി ആദ്യം ഉള്ളി പൊളിക്കണം. ഉള്ളി ഞാനിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഈ അടുക്കളയ്ക്ക് അത്ര സൗകര്യമൊന്നും ഇല്ല, പെയിൻ്റൊക്കെ ഇളകി അവിടെ ഇവിടെയൊക്കെ ഇരിക്കുക. അപ്പം ഞാനിങ്ങനെ ഉള്ളി പൊളിക്കുക. വേറെ ആരും വീഡിയോ എടുത്തു തരാനില്ലായിരുന്നു, എല്ലാവരും കിടന്നുറങ്ങുമായിരുന്നത്. വെളുപ്പിന് സമയമായതുകൊണ്ട് വെട്ടമടിക്കുന്നത് നിങ്ങൾ നോക്കണ്ട. ഇവിടെ 4 മണിക്ക് ഇതാക്കും. നിങ്ങൾ ഗൂഗിളിൽ വല്ല സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇവിടെ 4 മണിക്ക് സൂര്യൻ ഉദിച്ചു വരും. പിന്നെ അത് കഴിഞ്ഞ് സവാളയെല്ലാം പൊളിച്ച് കഴുകി എടുത്തിട്ട് പിന്നെ എല്ലാം അരിഞ്ഞെടുക്കുക. ഞാനിങ്ങനെ അരിയുന്നത് എനിക്ക് കട്ടിംഗ് ബോർഡ് ഞാൻ ഇതുവരെ അരിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പം അരിയാത്തത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ട്. നമുക്ക് ആദ്യം ചെയ്യുമ്പോഴത്തെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ, അതുകൊണ്ട് എനിക്ക് കട്ടിംഗ് ബോർഡിൽ അരിയാൻ എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ അരിയാനാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ കുറച്ച് സവാളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് സവാള ഇട്ട്, ഉപ്പിട്ട്, പച്ചമുളക് ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കൊടുക്കണം. നല്ലപോലെ അടച്ചൊന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാൻ നല്ലപോലെ വഴറ്റിയെടുക്കും സവാള. അല്ലാതെ ഇങ്ങനെ ചിലതിനകത്തൊക്കെ കറി വെള്ളം വേറെ, ഇറച്ചി വേറെ, സവാള വേറെ അങ്ങനെ കിടക്കുന്നത് എനിക്കിഷ്ടമല്ല. നല്ലപോലെ എല്ലാം കൂടെ നല്ലപോലെ പെരണ്ട് ആ ഒരു രീതിയിലാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് നല്ലപോലെ തന്നെ ഇങ്ങനെ തത്തിപ്പൊത്തി, നമ്മുടെ കല്യാണി പറയുന്ന പോലെ തത്തിപ്പൊത്തി വെച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെ വേവിച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ എൻ്റെ കയ്യിൽ ഇന്ന് ഗരം മസാല ഇല്ലായിരുന്നു, അപ്പോൾ ചിക്കൻ മസാല ഇടുന്നത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. പച്ച മണം, ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നിടം വരെ ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുത്ത് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റി കൊടുക്കണം. ഇന്ന് ഞാൻ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ അകത്തോട്ട് തക്കാളി അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല, നല്ലപോലെ അരച്ച തക്കാളിയാണ് ചേർത്ത് കൊടുക്കണം. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഈ തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളി അരച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ വേറെ ഒരു ഇതുണ്ടാക്കാനും കൂടെ എടുത്ത തക്കാളി, അപ്പോൾ അതിൻ്റെ പകുതി മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് അതുകൂടെ വെന്ത് നല്ലപോലെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേക്കും ചിക്കൻ ഇട്ട് കൊടുക്കും. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുക്കരുത്. ചിക്കനകത്ത് നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളം മാത്രം മതി നമുക്ക് ഈ കറി എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നല്ലപോലെ അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ നല്ല ചിക്കൻ റോസ്റ്റ് റെഡിയാവും. ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലയും കൂടെ തൂക്കി കൊടുത്താൽ അടിപൊളി ചിക്കൻ.